ഹായ് എവ്രി വൺ, വെൽക്കം ടു സമഗ്ര അക്കാദമി. അപ്പൊ നമ്മള് HSC ഫിസിക്കൽ സയൻസിൽ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകളാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. അതിൽ മൊഡ്യൂൾ 1 ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പാർട്ടിക്കിൾ ഡൈനാമിക്സ് എന്നുള്ള ആ മൊഡ്യൂളിൽ ചില ടോപ്പിക്കുകളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തു. അപ്പൊ അതിന്റെ ബാക്കി ആ ഒരു മൊഡ്യൂളിൽ തന്നെ നമ്മൾ ഏകദേശം 3 സെക്ഷനാക്കി തിരിച്ചിട്ടൊക്കെയാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ആ ഒരു ഫസ്റ്റ് സെക്ഷനിൽ തന്നെ ചില ടോപ്പിക്കുകൾ കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ആ ടോപ്പിക്കുകളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് റൊട്ടേഷണൽ ഡൈനാമിക്സുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കുകളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. പക്ഷെ ഈ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ സിലബസിൽ റൊട്ടേഷണൽ ഡൈനാമിക്സ് എന്നുള്ള ഒരു ഒറ്റ പേരെ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം ആൻഡ് ആംഗുലർ മൊമെന്റം എന്നാ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ടോപ്പിക്കിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാല് ഇത് വാസ്റ്റ് ആയിട്ട് പഠിക്കാൻ അല്ലെങ്കിൽ ഡീപ്പായിട്ട് പഠിക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചധികം കണ്ടന്റുകൾ ടെക്സ്റ്റിൽ വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ പരിശോധിക്കുന്ന സമയത്ത് അത്ര തന്നെ ഡീപ്പായിട്ടൊന്നും ഈ ഒരു പോർഷനിന്ന് ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. എന്നാൽ പെരിഫറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു വന്നിട്ടുണ്ട്. പക്ഷെ ഇനി വരുന്നൊരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ഒരു എക്സാമിന് മുന്നേ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ +1 ഫിസിക്സിൽ ഈ ഒരു ടോപ്പിക് അല്പം ഡീപ്പായിട്ട് പറയുന്നത് കൊണ്ട് നമ്മൾ ആ ടെക്സ്റ്റ് ഓറിയന്റഡ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം പോയിന്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പൊ സിലബസിൽ നിന്നുകൊണ്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ പറയേണ്ട കുറച്ച് ഏറ്റവും ബേസ് ആയിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമേ പറയുന്നുള്ളൂ. ഇനി ഈ ഒരു മൊഡ്യൂളിന്റെ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു മൊഡ്യൂളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന NCERT SCERT +1 +2 ചാപ്റ്റേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അത് NCERT SCERT ക്ലാസ്സസ് ആയിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന എക്സ്ട്രാ പോയിന്റ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് അപ്പോൾ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ സിലബസിൽ നിന്നുകൊണ്ട് മാത്രം അല്ലെങ്കിൽ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുകൊണ്ട് മാത്രമാണ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ സിലബസിന്റെ ബേസ് ചെയ്തിട്ട് ക്ലാസ് എടുക്കുന്നത്. ഇതിൽ കുറച്ച് അഡീഷണൽ പോയിന്റ്സുകൾ ഉണ്ട്. അത് അഡീഷണൽ പോയിന്റ്സ് ആയിട്ട് അല്ലെങ്കിൽ SCERT NCERT ബേസ്ഡ് ക്ലാസ്സസ് ആയിട്ട് ഈ ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇപ്പൊ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അപ്പൊ അതിൽ ഫസ്റ്റത്തെ ഒരു പോയിന്റ് ആണ് ദ്രവ്യമാന കേന്ദ്രം അല്ലെങ്കിൽ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഈ മലയാളം ടേംസ് കൂടെ തന്നെ ഇംഗ്ലീഷ് ടേംസും കൂടെ പഠിച്ചു വെക്കുക. കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ഈ ഇംഗ്ലീഷ് ടേമിനെയൊക്കെ തന്നെ മലയാളീകരിച്ചിട്ടാണ് നമ്മൾ കാണുന്നത്. അതായത് സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണക്കാക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ മലയാളം ടേംസും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ടേംസും കൂടെ നമ്മൾ അതിന്റെ കൂടെ മനസ്സിലാക്കി വെക്കുക. അപ്പൊ എന്താണ് ഈ സെന്റർ ഓഫ് മാസ് അല്ലെങ്കിൽ ദ്രവ്യമാന കേന്ദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വസ്തുവിലെ കണങ്ങളുടെ മാസ് കേന്ദ്രീകരിച്ചിരിക്കുന്ന ബിന്ദുവിനെയാണ് ദ്രവ്യമാന കേന്ദ്രം എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മളൊരു ബുക്കൊക്കെ ഇങ്ങനെ ഒരൊറ്റ വിരലുകൊണ്ട് ബാലൻസ് ചെയ്ത് വെക്കുന്നത് കാണാം അല്ലെ. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ടേ എന്താ പറയാ ബോളൊക്കെ ഒരാള് ഒരൊറ്റ വിരൽ തന്നെ ഇങ്ങനെ പോയിന്റ് ചെയ്ത് നിർത്തുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതെന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ വസ്തുക്കളെ ഒരൊറ്റ പോയിന്റിൽ വെച്ച് ബാലൻസ് ചെയ്ത് നിർത്താൻ പറ്റുന്നത്? അതായത് ഏതൊരു വസ്തുവിനെയും നമ്മൾ അസ്യൂം ചെയ്യാണ്, അതൊരു അസംഷനാണ്. ഇങ്ങനൊരു സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് അതായത് ഒരു പോയിന്റ് ആരും കണ്ടുപിടിച്ചതായിട്ടൊന്നും പറയുന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരു പോയിന്റ് ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരു അസംഷനാണ് ഈ ഒരു സയൻസിൽ. അതായത് എല്ലാ വസ്തുക്കളിലും മാസ് ഉള്ള ഓരോ ഭാഗങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ ബോഡി നോക്കാച്ചാൽ തന്നെ നമ്മുടെ തല എന്ന് പറയുന്നത് ഇത്തിരി വെയിറ്റ് ഉള്ള ഭാഗമാണ്. അതുപോലെ തന്നെ കൈയുണ്ട്, കാലുണ്ട് അല്ലെ. ഇപ്പൊ ഓരോ പാർട്ടിലും എന്തുണ്ട്, മാസ് കേന്ദ്രീകരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഓരോ പാർട്ടിലും മാസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു വസ്തുവിനാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഓരോ ഭാഗത്തായിട്ടാണ് ഈ മാസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള വിതരണം ചെയ്തിട്ടുള്ളത്. പക്ഷെ ഈ എല്ലാ മാസും ഇതിന്റെ എല്ലാ മാസിന്റെയും ഒരു ആകെ തുക വരുന്ന ഒരു മാസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതിന്റെ ഡെഫിനേഷനിൽ ഇങ്ങനെയാണ് പോയിന്റ് സപ്പോസ് ടു ബി കോൺസെൻട്രേറ്റഡ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പോയിന്റ് ഉണ്ടെന്നുള്ള ഒരു അസംഷൻ ആണ്. ഈ എല്ലാ മാസിന്റെയും ഈ വിതരണം ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാ മാസും കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട് എന്നുള്ളൊരു അസംഷൻ ഉണ്ട്. ആ ഒരു കേന്ദ്രീകരിച്ചിരിക്കുന്ന പോയിന്റിനെയാണ് നമ്മൾ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. ഒരു വസ്തുവിലെ കണങ്ങളുടെ മാസ്, അപ്പൊ ഓരോ സ്ഥലത്തും മാസ് ഉണ്ടാവും അല്ലെ. ആ മാസം എല്ലാം കേന്ദ്രീകരിച്ചിരിക്കുന്ന ബിന്ദുവിനെയാണ് ദ്രവ്യമാന കേന്ദ്രം എന്ന് പറയുന്നത്. ഇനി എന്താണ് കോണീയ പ്രവേഗം? അപ്പൊ നമ്മൾ ഇതിൽ കുറച്ച് ടേംസ് ആണ് പരിചയപ്പെടുന്നത്. കോണീയ പ്രവേഗം അല്ലെങ്കിൽ ആംഗുലാർ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വൃത്താകാര പാതയിൽ, അതായത് ഇപ്പൊ ഈ സെന്റർ ഓഫ് മാസിൽ നമ്മൾ ബുക്കിന്റെ കേസ് പറഞ്ഞു. ഈ ബുക്കിന്റെ
ഈ ഒരു ഭാഗത്ത് ഒരു മാസ് ഉണ്ടാവും, ഈ ഒരു ഭാഗത്ത് മാസ് ഉണ്ടാവും, ഇവിടെ മാസ് ഉണ്ടാവും, അങ്ങനെ എല്ലാ പോയിന്റിലും മാസ് ഉണ്ട്. ഇതെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്ന പോയിന്റ് ഇതാണെന്നാണ് നമ്മുടെ അസംഷൻ. അപ്പൊ ഈ ഒരു പോയിന്റിൽ നമ്മൾ ഫോക്കസ് ഇങ്ങനെ വിരൽ വെച്ച് ബാലൻസ് ചെയ്യുമ്പോഴാണ് ആ മാസ് എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റ് ആണ് നമ്മൾ ബാലൻസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിങ്ങനെ വീഴാതെ നിൽക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഫുട്ബോളിന്റെ ഒക്കെ കേസ്. ആ ഫുട്ബോളില് എല്ലാ മാസം കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്ന ഈ പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെയാണെന്നാണ് നമ്മുടെ അസംഷൻ. അപ്പൊ നമ്മള് അതിനെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ വിരൽ വെച്ചിട്ട് ബാലൻസ് ചെയ്യുന്നത് എന്താ, ആ ഒരു മാസിനെ, ആ പോയിന്റ് മാസിനെ മാത്രം നമ്മൾ ബാലൻസ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് അത് വീഴാതെ നിൽക്കുന്നതൊക്കെയാണ് പറയുന്നത്. ഇനി എന്താണ് കോണീയ പ്രവേഗം? വൃത്താകാര പാതയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന്റെ കോണീയ സ്ഥാനാന്തരത്തിന്റെ, അതായത് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റിന്റെ സമയനിരക്ക് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതാണ് എന്ത്, ആംഗുലാർ വെലോസിറ്റി. അതായത് ഒരു വസ്തു ഇങ്ങനെ വൃത്തപാതയിൽ സഞ്ചരിക്കുകയാണ്. അപ്പൊ വൃത്തപാതയിൽ സഞ്ചരിക്കുമ്പോൾ ഈ പോയിന്റ് പിയിൽ നിന്ന് പി ഡാഷിലേക്ക് അതിനൊരു സ്ഥാനാന്തരം ഉണ്ടാകുന്നുണ്ട് അല്ലെ. അപ്പോ അത് ഇങ്ങനെയുള്ള ഒരു സ്ഥാനാന്തരമല്ല, പക്ഷെ ഒരു വൃത്തപാതയിലുള്ള ഒരു സ്ഥാനാന്തരമാണ്. അപ്പൊ ആ വൃത്തപാതയിൽ ഉണ്ടാവുന്ന ആ സ്ഥാനാന്തരത്തിന് നമ്മൾ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ കോണീയ സ്ഥാനാന്തരം എന്ന് പറയും. വൃത്തപാതയിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരം കോണീയ സ്ഥാനാന്തരം എന്ന് പറയും. അതിന്റെ സമയനിരക്കാണ് കോണീയ പ്രവേഗം. അതായത് ആ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ ഈ വൃത്തപാതയിലായതുകൊണ്ട് ഇതിന് നമ്മൾ തീറ്റ എന്ന് പറയാം, ഡെൽറ്റ തീറ്റ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇപ്പൊ നമ്മളൊരു വൃത്തപാതയിലാണെന്ന് പറഞ്ഞു അല്ലെ. ആ വൃത്തപാത ഇതാണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഇതാണ് അതിന്റെ സെന്റർ എന്ന് വിചാരിക്കുക. ഇപ്പോ ഈ ഒരു പി എന്നുള്ള പോയിന്റിൽ നിന്ന് പി ഡാഷിലേക്ക് ഒരു കോണീയ സ്ഥാനാന്തരം ഉണ്ടായി. അപ്പൊ ഈ ആദ്യ സ്ഥാനത്ത് നിന്നും ഈ പി ഡാഷിലേക്കുള്ള ഈ കോണളവായിരിക്കും എന്ത്, കോണീയ സ്ഥാനാന്തരം. ഇനി ഈ കോണീയ സ്ഥാനാന്തരത്തിന്റെ നിരക്ക്, അതായത് ടൈമിനനുസരിച്ച്, ടൈമിൽ ഉണ്ടാവുന്ന ഇത് ഇവിടെ ഇപ്പോ ആവുമ്പോൾ ഫസ്റ്റ് 1 സെക്കൻഡ് ആകുമ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ടാവും, ഇവിടെ എത്തിയിട്ടുണ്ടാവും, 2 സെക്കൻഡ് ആകുമ്പോഴേക്ക് ഇവിടെ എത്തിയിട്ടുണ്ടാവും, 3 സെക്കൻഡ് ആകുമ്പോഴേക്ക് ഇവിടെ, 4 സെക്കൻഡ് ആകുമ്പോഴത്തേക്ക് ഇവിടെ, 5 സെക്കൻഡ്, 6 സെക്കൻഡ് ആകുമ്പോഴത്തേക്ക് പി ഡാഷിൽ എത്തിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കാം. അപ്പൊ സമയത്തിലുള്ള മാറ്റത്തിനനുസരിച്ച് ഇതിനൊരു ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ കോണീയ സ്ഥാനാന്തരം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആംഗുലാർ വെലോസിറ്റി ഒമേഗ എന്ന് പറയുന്നത്. ഇനി ഇത് എന്തിനോട് സിമിലർ തന്നെയാണ്, നമ്മുടെ ട്രാൻസ്ലേഷണൽ മോഷൻ. അതായത് നമ്മൾ മോഷനെ രണ്ടായിട്ട് തരംതിരിക്കാറുണ്ട്. ഒന്ന് ട്രാൻസ്ലേഷണൽ മോഷൻ, ഒന്ന് റൊട്ടേഷണൽ മോഷൻ. റൊട്ടേഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താ, വൃത്താകൃതിയിലുള്ള മോഷൻ. ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ലീനിയർ അല്ലെങ്കിൽ ഒരു ലീനിയർ പ്ലെയിനിലുള്ള ഒരു മോഷനാണ്. ഇപ്പൊ ഈ ഒരു കേസിൽ നമ്മൾ വെലോസിറ്റി പഠിച്ചിട്ടുണ്ട് എന്താണ് എന്നുള്ളത്. അവിടെ നമ്മൾ പഠിച്ച റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് സ്ഥാനാന്തരത്തിന്റെ സമയനിരക്കാണ് വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഈ റൊട്ടേഷണൽ സ്പേസിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ വൃത്താകൃതിയിലുള്ള ചലനമാകുമ്പോൾ അതിനെന്താ ഉണ്ടാവുന്നത്, കോണീയ സ്ഥാനാന്തരത്തിന്റെ സമയനിരക്കാണ് കോണീയ പ്രവേഗം. പ്രവേഗം സ്ഥാനാന്തരത്തിന്റെ സമയനിരക്കാണ് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു ട്രാൻസ്ലേഷണൽ മോഷനിൽ, അതായത് ഒരു പ്ലെയിനിലുള്ള മോഷൻ അല്ലെ. എന്നാൽ ഇവിടെ റൊട്ടേഷണൽ മോഷനിലേക്ക് വരുന്ന സമയത്ത് അത് കോണീയ സ്ഥാനാന്തരത്തിന്റെ സമയനിരക്കാവും കോണീയ പ്രവേഗം എന്ന് പറയുന്നത്. അപ്പൊ അതാണ് അതിലുള്ള വരുന്നൊരു ചേഞ്ച് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ഒമേഗ എന്ന ലെറ്റർ വെച്ചാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇതിന്റെ യൂണിറ്റ് എന്തായിരിക്കും, വെലോസിറ്റിന്റെ യൂണിറ്റ് എന്താണ്, മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലെ. അതുപോലെ തന്നെ ഇവിടെ റേഡിയൻ പെർ സെക്കൻഡ്. ഇവിടെ ഈ ഒരു കേസിലാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് മീറ്ററിലാണ് നമ്മൾ സൂചിപ്പിക്കുക. പക്ഷെ ഇവിടെ നോക്കൂ, ഈ തീറ്റയാണ് എന്ത് വരുന്നത്, ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഒരു ആംഗിൾ ആണ് വരുന്നത്. ആംഗിൾ ആയതുകൊണ്ട് നമ്മൾ അതിന് റേഡിയൻ എന്ന് കൊടുക്കും. റേഡിയൻ പെർ സെക്കൻഡ് ആണ് എന്ത് വരുന്നത്, അതിന്റെ യൂണിറ്റ് വരുന്നത്. ഇനി നമുക്ക് എന്താണ് അടുത്ത ടേംസ് എന്തൊക്കെയാണ് പരിചയപ്പെടാനുള്ളത് നോക്കാം. ഇനി ഈ കോണീയ പ്രവേഗവും രേഖീയ പ്രവേഗവും തമ്മിലുള്ള ബന്ധം. അപ്പോൾ ഈ രേഖീയ പ്രവേഗമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ട്രാൻസ്ലേഷണൽ വെലോസിറ്റി അല്ലെങ്കിൽ ലീനിയർ വെലോസിറ്റി എന്ന് പറയും. എന്താണ് ലീനിയർ വെലോസിറ്റി? നമ്മൾ ട്രാൻസ്ലേഷണൽ മോഷനിൽ പറയുന്ന പ്രവേഗം അല്ലെങ്കിൽ ലീനിയർ വെലോസിറ്റി. രേഖീയ പ്രവേഗം, കോണീയ പ്രവേഗം എന്ന് പറയുന്നത് ആംഗുലാർ വെലോസിറ്റി.
ഈ ആംഗുലാർ വെലോസിറ്റിയും ലീനിയർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? വി ഈക്വൽ ടു ആർ ഒമേഗ. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇക്വേഷൻ ആയിട്ട് തന്നെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വി ഈക്വൽ ടു ആർ ഒമേഗ, കോണീയ പ്രവേഗവും രേഖീയ പ്രവേഗവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇക്വേഷൻ ആണ് വി ഈക്വൽ ടു ആർ ഒമേഗ. ഇനി അടുത്തത് ഇപ്പൊ നമ്മള് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞു, അല്ലെങ്കിൽ കോണീയ സ്ഥാനാന്തരം, കോണീയ പ്രവേഗം പറഞ്ഞു. ഇനി അപ്പൊ അടുത്ത ടേം എന്തായിരിക്കും? കോണീയ ത്വരണം അല്ലെങ്കിൽ ആംഗുലാർ ആക്സിലറേഷൻ ആയിരിക്കും. നമ്മൾ നേരത്തെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് തന്നെയാണ് ഇവിടെ പഠിച്ചുകൊണ്ട് വരുന്നത് കേട്ടോ. ഇപ്പൊ എന്തായിരിക്കും കോണീയ ത്വരണം? നമുക്കറിയാം ആംഗുലാർ ആക്സിലറേഷനെ അല്ലെങ്കിൽ നമ്മൾ ത്വരണത്തെ ട്രാൻസ്ലേഷണൽ മോഷനിൽ എന്താണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്? അല്ലെങ്കിൽ രേഖീയ ത്വരണത്തെ നമ്മൾ എന്താണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്? വെലോസിറ്റിയുടെ സമയനിരക്ക് അല്ലെങ്കിൽ പ്രവേഗത്തിന്റെ സമയനിരക്കാണെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ് ആക്സിലറേഷൻ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. എങ്കിൽ ഇവിടെ എ എന്നുള്ള ലെറ്റർ വെച്ചിട്ടല്ല, ആൽഫ എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ കോണീയ ത്വരണത്തെ പറയുന്നത്. ഇവിടെ എന്ത് തന്നെയായിരിക്കും? ആംഗുലാർ വെലോസിറ്റിയുടെ സമയനിരക്കായിരിക്കും കോണീയ ത്വരണം, അല്ലെങ്കിൽ ഇവിടെ കോണീയ പ്രവേഗത്തിന്റെ സമയനിരക്കായിരിക്കും കോണീയ ത്വരണം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ആക്സിലറേഷൻ ഇത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് യൂണിറ്റ് എന്ന് പറഞ്ഞു. എങ്കിൽ ആൽഫയുടെ കോണീയ ത്വരണത്തിന്റെ യൂണിറ്റ് എന്തായിരിക്കും? റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ. ഇത് കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. റൊട്ടേഷണൽ മോഷനിലും അതുപോലെ തന്നെ ഒരു ലീനിയർ ട്രാൻസ്ലേഷണൽ മോഷനിലും വരുന്ന അതിന് കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി, അല്ലെങ്കിൽ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി, എന്നാ മറന്നു പോവില്ല. അപ്പൊ എസ് യൂണിറ്റ് റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ആൽഫ എന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ആൽഫ എന്ന് പറയുന്നത് എന്തായിരിക്കും? കോണീയ പ്രവേഗ മാറ്റത്തിന്റെ സമയനിരക്ക്. അപ്പോ ഡെൽറ്റ ഒമേഗ ബൈ ഡെൽറ്റ ടി എന്ന് വേണമെങ്കിൽ റെപ്രസെന്റ് ചെയ്യാം. ഇനി ബല ആഘൂർണം അഥവാ ടോർക്ക് എന്ന് പറയും. ഇതിലൊക്കെ ബല ആഘൂർണം എന്ന് ചോദിക്കാനുള്ള ചാൻസ് ഒക്കെ കുറവാണ്. ടോർക്ക് എന്ന് വെച്ചിട്ട് തന്നെയായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ വരിക. മൊമെന്റ് ഓഫ് ഫോഴ്സ് ഓർ ടോർക്ക്. അപ്പൊ ഈ മൊമെന്റ് ഓഫ് ഫോഴ്സിനെയാണ് നമ്മൾ ടോർക്ക് എന്ന് പറയുന്നത്. ഒരു അക്ഷത്തെ, ഒരു പോയിന്റിനെ ആധാരമാക്കിയിട്ട് വസ്തുവിനെ കറക്കാനുള്ള ബലത്തിന്റെ ശേഷിയെ ആഘൂർണം അഥവാ ടോർക്ക് എന്ന് പറയും. അതായത് ഒരു പോയിന്റിനെ ആസ്പദമാക്കിയിട്ട് ഒരു വസ്തുവിനെ കറക്കാനുള്ള ബലത്തിന്റെ ശേഷി. ഏറ്റവും നല്ല എക്സാമ്പിൾ പറയുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ഡോറാണ് അല്ലെ. അപ്പൊ ഡോറിന്റെ ഇവിടെ ഒരു ഹിഞ്ച് ഉണ്ട്, അതിന്റെ മുകളിലാണ് നമ്മുടെ ഈ ഡോറ് കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇവിടെ ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഹാൻഡിലിന്റെ അവിടെ നമ്മൾ ഇവിടേക്ക് പെട്ടെന്ന് ഈ ഡോറിന്റെ ഇവിടേക്ക് പെട്ടെന്ന് നമ്മൾ ഒരു ഫോഴ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡോർ ഇങ്ങനെ തെറിച്ചു പോവാണോ ചെയ്യുക? ഒരു ലീനിയർ മോഷൻ ആണോ ഉണ്ടാവുക? രേഖീയ ചലനമാണോ ഉണ്ടാവുക? അല്ല. ഇതെന്ത് ചെയ്യും? ഇങ്ങനെ ഈ ഹിഞ്ചിനെ ബേസ് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്യും അല്ലെ. അതാണ് ഒരു അക്ഷത്തെ ആധാരമാക്കിയിട്ട് വസ്തുവിനെ കറക്കാനുള്ള ബലത്തിന്റെ ശേഷിയെ ബല ആഘൂർണം അഥവാ ടോർക്ക് എന്ന് പറയും. ഇതിനെ ടോ എന്ന ചിഹ്നം കൊണ്ടാണ് സൂചിപ്പിക്കുക. ഇതിന്റെ എസ് യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ ആണ്. എങ്ങനെയാണ് ഈ ന്യൂട്ടൺ മീറ്റർ യൂണിറ്റ് ആയിട്ട് വന്നതെന്നുള്ളതൊക്കെ നോക്കാം. അപ്പൊ ടോർക്ക് എന്താണെന്ന് മനസ്സിലായാലോ? ഒരു പോയിന്റിൽ വെച്ചിട്ട് ഒരു വസ്തുവിനെ കറക്കാൻ വേണ്ടിയിട്ടുള്ള ഫോഴ്സ് നമ്മൾ കൊടുക്കുകയാണ്. ഒരു കറക്കാൻ വേണ്ടിയിട്ടുള്ള ഫോഴ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മൊമെന്റ് ഓഫ് ഫോഴ്സിനെ അല്ലെങ്കിൽ ബല ആഘൂർണത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടോർക്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഞാൻ അതിന്റെ ഇക്വേഷനും കാര്യങ്ങളൊക്കെ നോക്കാം. ഇപ്പോ ആ ആധാര അക്ഷത്തിൽ നിന്ന് വസ്തുവിലേക്കുള്ള ലംബ ദൂരവും ബലവും തമ്മിലുള്ള സദിശ ഗുണനഫലമായാണ് ആഘൂർണത്തിന്റെ അളവ്. അപ്പൊ ടോർക്ക് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്, ഇപ്പോ ഈ ഡോറിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇതാണ് നമ്മുടെ ഹാൻഡിൽ അല്ലെ. അപ്പൊ ഇവിടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഈ ഒരു പോയിന്റിൽ നിന്ന്, ഈ ഒരു പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണല്ലോ ഈ ഡോറ് കറങ്ങുക. അപ്പൊ ആ ഒരു പോയിന്റിൽ നിന്ന് ഇവിടെയാണ് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത് അല്ലെ. ഈ ഹാൻഡിലാണ് നമ്മൾ ഫോഴ്സ് കൊടുക്കാറ്. ആ ഫോഴ്സ് കൊടുക്കുന്ന ആ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ആർ എന്ന് പറയുന്നത്. അതായത് ആ ആധാര ബിന്ദുവിൽ നിന്നും നമ്മൾ ബലം പ്രയോഗിക്കുന്ന പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ആറ്. ആ ഒരു ആറിന്റെയും നമ്മൾ കൊടുക്കുന്ന ബലം ഫോഴ്സ്, ആ ഫോഴ്സിന്റെയും സദിശ ഗുണനഫലം, വെറും ഗുണനമല്ല, സദിശ ഗുണനഫലമാണ് എന്ത്? ഈ ടോർക്കിന്റെ അളവ് എന്ന് പറയുന്നത്. അപ്പൊ ടോർക്ക് ഈക്വൽ ടു ആർ ക്രോസ് എഫ് ആണ്. എന്താണ്? ടോർക്ക് ഈക്വൽ ടു ആർ ക്രോസ് എഫ് ആണ്. ഈ ക്രോസ് എടുക്കുന്നതിനെയാണ് സദിശ ഗുണനഫലം എന്ന് പറയുന്നത്. ഈ ആർ ക്രോസ് എഫ് എന്താ? ആർ എഫ് സൈൻ തീറ്റ. ക്രോസ് എഫ് ആണെന്നുണ്ടെങ്കിൽ അവ തമ്മിലുള്ള ആംഗിള് എന്തായിട്ട് എടുക്കണം?
അതിന്റെ സൈൻ വാല്യൂം കൂടെ എടുക്കണം. പി തീറ്റ എന്ന് പറയുന്നത് എന്താ, ആറും എഫും തമ്മിലുള്ള ആംഗിൾ എത്രയാണോ അതാണ് തീറ്റ എന്ന് പറയുന്നത്. അപ്പൊ ആർ എഫ് സൈൻ തീറ്റയാണ് ടോർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ടോർക്ക് ഈക്വൽ ടു ആർ ക്രോസ് എഫ് അല്ലെങ്കിൽ ആർ എഫ് സൈൻ തീറ്റ. ടോർക്ക് ഈക്വൽ ടു ആർ ക്രോസ് എഫ് അല്ലെങ്കിൽ ആർ എഫ് സൈൻ തീറ്റ. ഇനി നോക്കൂ, നമ്മൾ നേരത്തെ ആ ഡോറിന്റെ കേസ് പറഞ്ഞു. ഇവിടെ ഡോറ്, ഇത് ഹാൻഡില്, ഈ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ആണ് ആറ്. നമ്മൾ ഇവിടെ ഫോഴ്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ എഫ്, അല്ലെ? ഈ ഒരു ഡയറക്ഷനിലല്ലേ നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത്. ഇവിടെയാണ് ഇതിന്റെ ഒരു ആധാര ബിന്ദു അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് വരുന്നത്. ഇനി ഇതില് ആറ് 0 ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ടോർക്ക് 0 ആയിരിക്കും. അവിടെ അങ്ങനെ ഒരു റൊട്ടേഷണൽ മോഷൻ വരുന്നില്ല. എഫ് 0 ആണെന്നുണ്ടെങ്കിലോ, നമ്മള് വാതിൽ അടയ്ക്കില്ല, ചെയ്യുന്നില്ല, തുറക്കും ചെയ്യുന്നില്ല. അവിടെ ഇപ്പോ വാതില് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെയും ടോർക്ക് 0 ആയിരിക്കും. പിന്നെയോ, ഈ സൈൻ തീറ്റ 0 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ സൈൻ എന്ത് വരും? 0 വരും. തീറ്റ 0 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ സൈൻ തീറ്റ എന്ത് വരും? 0 ഡിഗ്രി തന്നെ വരും. അപ്പോഴും ടോർക്ക് എന്തായിരിക്കും? 0 ആയിരിക്കും. മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കണു. ഒന്നില്ലെങ്കിൽ 0 ആയിരിക്കണം, അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ 0 ആയിരിക്കണം, അല്ലെങ്കിൽ എഫ് 0 ആയിരിക്കണം, അതും അല്ലെങ്കിൽ അവ തമ്മിലുള്ള ആംഗിൾ 0 ആയിരിക്കണം. അത്രയാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഇനി ഒന്നും കൂടെ ശ്രദ്ധിക്കൂ. ടോർക്ക് 0, എഫ് ഈക്വൽ ടു 0 ആവുമ്പോഴും ഇത് സ്പെഷ്യൽ കേസ് ആയിട്ട് എടുത്താൽ മതി കേട്ടോ. ടോർക്ക് 0 ആയിരിക്കും. ഇതിനെ ടോ എന്നാണ് നമ്മൾ വിളിക്കുക കേട്ടോ. ഇനി തീറ്റ 0 ആണെന്നുണ്ടെങ്കിൽ സൈൻ തീറ്റ സൈൻ 0 ആവും. സൈൻ 0 ആയതുകൊണ്ട് അവിടെയും ടോർക്ക് 0 ആയിരിക്കും. ഇനി ഇവിടെ തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ, ഈ തീറ്റ 0 ആണെന്നുണ്ടെന്ന് പറഞ്ഞാൽ എന്താ? ആറും എഫും തമ്മിലുള്ള ആംഗിൾ 0 ആണ്. അതായത് ഇവിടെ ഡോറുണ്ട്, ഡോറിന്റെ ഹാൻഡിലാണ്, ഈ ഒരു ഡിസ്റ്റൻസ് ആണ് 6 എന്ന് പറയുന്നത്. ഈ ഒരു 6ന്റെ അതേ ഡയറക്ഷനിലാണ് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്? വാതിൽ അടക്കി അല്ലെങ്കിൽ തുറക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ല, അല്ലെ? നമ്മൾ അതേ ഡയറക്ഷനിലാണ്. അത് വാതിലിനോട് ചേർന്ന് നമ്മൾ വെറുതെ കൈകൊണ്ട് ഹാൻഡിലിന്റെ ഇവിടെ ഫോഴ്സ് കൊടുത്തുകൊണ്ട് അത് തുറക്കുവോ? ഇല്ല, അടയും ചെയ്യില്ല. അതുകൊണ്ട് അവിടെ എന്ത് തന്നെയാണ്? ടോർക്ക് 0 ആണ്. അപ്പൊ ആറും എഫും തമ്മിലുള്ള ആംഗിള് 0 ആണെന്നുണ്ടെങ്കിലും ടോർക്ക് 0 ആണ്. അവിടെ ആ ഒരു റൊട്ടേഷണൽ എഫക്റ്റ് ഉണ്ടാവുന്നില്ല. ഇനി ഈ തീറ്റ 90 ഡിഗ്രി ആണെങ്കിൽ, അതായത് നമ്മുടെ ഡോറ്, ആ ഡോറിന്റെ ഹാൻഡിൽ ഇവിടെയാണ്, നമ്മൾ ഇങ്ങനെയാണ് ഫോഴ്സ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ, അങ്ങനെ തന്നെയാണ് നമ്മൾ ഡോറ് തുറക്കാറ്, അല്ലെ? ആ ഒരു ആറിന് നേരെ പെർപെൻഡിക്കുലർ ആയിട്ട്, അതായത് തീറ്റ 90 ഡിഗ്രി ആണ്. ഇവിടെ 6 ഈ ഒരു ഡയറക്ഷനിലാണ്, നമ്മുടെ ഫോഴ്സ് ഇങ്ങനെ ഈ ഒരു ഡയറക്ഷനിലാണ് നമ്മൾ കൊടുക്കാറ് എങ്കിൽ അവിടെ ആംഗിൾ 90 ഡിഗ്രി വരും. ആ ഒരു ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിലോ സൈൻ 91 ആണ്, അല്ലെ? അപ്പൊ ടോർക്കിന് മാക്സിമം വാല്യൂ ആയിരിക്കും RF. ഇതാണ് അതിന്റെ ടോർക്കിന്റെ മാക്സിമം വാല്യൂ. ടോമാക്സ് ഈക്വൽ ടു RF. അതാണ് അതിന്റെ മാക്സിമം വാല്യൂ. R ഇൻറ്റു എഫ് എന്ന് വരും. സൈൻ 91 ആയതുകൊണ്ട്, അതുകൊണ്ടാണ് അതിന് മാക്സിമം റൊട്ടേഷണൽ എഫക്ട് കിട്ടുന്നത്. ഇവിടെ നമ്മൾ ഫോഴ്സ് പെർപെൻഡിക്കുലർ ആയിട്ട് കൊടുക്കുന്നതുകൊണ്ട്. അതുകൊണ്ടാണ് ഹാൻഡിൽ ഇവിടെ പിടിപ്പിച്ചേ. അല്ലെങ്കിൽ ഇപ്പൊ ഈ ഹാൻഡിൽ ഇവിടെ പിടിപ്പിച്ചൂടെ? അല്ലെങ്കിൽ ഡോറിന്റെ ഈ ഒരു ഭാഗത്ത് തന്നെ പിടിപ്പിച്ചൂടെ? എന്തുകൊണ്ട് ഈ ഡോറിന്റെ ഈ അറ്റത്ത് ഈ ഒരു പോയിന്റിൽ ഹാൻഡിൽ പിടിപ്പിക്കുന്നു എന്നുള്ളതിന്റെ എക്സ്പ്ലനേഷൻ കൂടിയാണ് ഇപ്പൊ ഈ പറഞ്ഞത്. ആ സമയത്ത് മാത്രമാണ് നമ്മുടെ ഈ റൊട്ടേഷണൽ എഫക്റ്റ് അല്ലെങ്കിൽ ടോർക്ക് എന്ന് പറയുന്നത് എന്താവുന്നത്? മാക്സിമം ആവുന്നത് ആറിന് എഫ് പെർപെൻഡിക്കുലർ ആയിട്ട് വരുമ്പോൾ. അതുകൊണ്ടാണ് ഈ ഡോറിന്റെ ഒക്കെ ഹാൻഡിൽ അവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ആ ഡോറിന്റെ ഹിഞ്ച് ഇല്ലേ, അവിടെ മുതൽക്ക് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്ന പോയിന്റ് വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസ് നമ്മൾ 6 ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ 6ഉം അവിടെ നമുക്ക് മാക്സിമം കിട്ടും. നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് അതിന് പെർപെൻഡിക്കുലർ ആണെന്നുണ്ടെങ്കിൽ അവിടെ എഫും 6ഉം കൂടെ വന്നിട്ട് ടോർക്ക് RF എന്ന് വരും. അതാണ് ടോർക്ക് മാക്സ് എന്ന് പറയുന്നത്. ഇനി നമ്മള് ടോർക്ക് R ഈ ഒരു ഡയറക്ഷനിലാണെന്ന് പറഞ്ഞു, എഫ് ഈ ഒരു ഡയറക്ഷനിലാണെന്ന് പറഞ്ഞു. എങ്കിൽ നോക്കൂ, ടോർക്കിന്റെ ദിശ എങ്ങനെയായിരിക്കും? ആറും എഫും ഉൾക്കൊള്ളുന്ന പ്രതലത്തിന് ലംബമായാണ് ടോയുടെ ദിശ. അപ്പൊ ഇത് രണ്ടും കിടക്കുന്ന പ്ലെയിൻ ഇതാണെന്നുണ്ടെങ്കിൽ ഇതിന് രണ്ടിനും കൂടിയും പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കും ടോർക്കിന്റെ ദിശ എന്ന് പറയുന്നത്. അതായത് ആറിനും എഫിനും പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും
ടോ ആക്ട് ചെയ്യുന്നത്. ഇനി കണികയുടെ കോണീയ ആക്കം അല്ലെങ്കിൽ ആംഗുലാർ മൊമെന്റം. നമ്മൾ നേരത്തെ ലീനിയർ മൊമെന്റം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്കം അതിനെ നമ്മൾ പി എന്നുള്ള ലെറ്റർ കൊണ്ട് സൂചിപ്പിച്ചു. ഇവിടെ ആംഗുലാർ മൊമെന്റം അതിനെ നമ്മൾ എൽ എന്നുള്ള ലെറ്റർ കൊണ്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതെന്താ? ആധാര ബിന്ദുവിൽ നിന്നും ആർ അകലത്തിലുള്ള ഒരു വസ്തുവിന്റെ രേഖീയ ആക്കം പി ആണെങ്കിൽ കോണീയ ആക്കം ആർ ക്രോസ് പി എന്ന് എഴുതാം. ആധാര ബിന്ദുവിൽ നിന്നും ആർ അകലത്തിലുള്ള ഒരു വസ്തുവിന്റെ രേഖീയ ആക്കം പി ആണെങ്കിൽ, ഇപ്പൊ ഇവിടെ നിന്ന് ആർ ഡിസ്റ്റൻസിൽ ഒരു വസ്തു ഉണ്ട്, ആ വസ്തുവിന്റെ രേഖീയ ആക്കം പി ആണെന്നുണ്ടെങ്കിൽ കോണീയ ആക്കം ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നത് ആർ ക്രോസ് പി ആണ്. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ആർ ക്രോസ് പി ആണെങ്കിൽ ആർ പി സൈൻ തീറ്റ. ഈ കോണീയ അപ്പൊ ആർ പി സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എഴുതാം. അപ്പൊ ടോർക്ക് എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഫോഴ്സ്, അത് ആർ ഓഫ് സൈൻ തീറ്റ. ഇനി മൊമെന്റ് ഓഫ് മൊമെന്റം ആണ് അല്ലെങ്കിൽ ആംഗുലാർ മൊമെന്റം, മൊമെന്റ് ഓഫ് മൊമെന്റം അല്ലെങ്കിൽ ആംഗുലാർ മൊമെന്റം, അതിനെ നമ്മൾ ആർ ക്രോസ് പി അല്ലെങ്കിൽ ആർ പി സൈൻ തീറ്റ എന്ന് പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്യും. ഇനി ഈ ഒരു പോയിന്റ് ഒന്ന് ഓർത്തു വെച്ചോളൂ. കോണീയ ആക്ക വ്യത്യാസത്തിന്റെ സമയനിരക്കാണ് ബല ആഘൂർണം. അതായത് ടോർക്കും നമ്മുടെ ആംഗുലാർ മൊമെന്റവും തമ്മിലുള്ള റിലേഷൻ. നമ്മൾ നേരത്തെ ആംഗുലാർ വെലോസിറ്റിയും ലീനിയർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ പറഞ്ഞിരുന്നു, വി ഈക്വൽ ടു ആർ ഒമേഗ. അതുപോലെ തന്നെ ആംഗുലാർ മൊമെന്റവും ഡി എൽ ബൈ ഡി ടി ആണ് ടോർക്ക് എന്ന് പറയുന്നത്. ഈ ഒരു ഇക്വേഷനും കൂടെ ഓർത്ത് വെക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നുണ്ടാവും, നമ്മുടെ വെലോസിറ്റി എന്ന് പറയുന്നത് ആർ ക്രോസ് ഒമേഗയിൽ ആർ ഒമേഗയാണ്. അതായത് ഈ ഒരു ആംഗുലാർ വെലോസിറ്റിയുടെ കൂടെ ഒരു ഡിസ്റ്റൻസ് വന്നു അല്ലെ, ഒരു ഡിസ്റ്റൻസ് കൂടെ വന്നപ്പോഴാണ് ആംഗുലാർ മൊമെന്റവും അല്ലെങ്കിൽ ആംഗുലാർ വെലോസിറ്റിയും ലീനിയർ വെലോസിറ്റിയും തമ്മിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയത്. അതുപോലെ തന്നെയാണ് ഈ മൊമെന്റ് ഓഫ് ഫോഴ്സും ടോർക്കും. ഈ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഫോഴ്സ് ആണ് ഈ ടോർക്ക് എന്ന് പറയുന്നത്. അതിന്റെ കൂടെ ഒരു ആറ് വന്നു, അപ്പൊ അത് ടോർക്കായി. അതായത് ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, നമ്മുടെ ട്രാൻസ്ലേഷണൽ മോഷനിൽ ഫോഴ്സ് പറയുന്നുണ്ടെങ്കിൽ റൊട്ടേഷണൽ മോഷനിൽ അത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേം ആണ് ടോർക്ക്. ഇവിടെ നമ്മൾ ലീനിയർ വെലോസിറ്റി, ഫസ്റ്റ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് പറയുമെങ്കിൽ അവിടെ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്, ഇവിടെ ലീനിയർ വെലോസിറ്റി പറയുന്നുണ്ടെങ്കിൽ അവിടെ ആംഗുലാർ വെലോസിറ്റി. ഇവിടെ നമ്മൾ ആക്സിലറേഷൻ പറഞ്ഞപ്പോൾ അവിടെ ആംഗുലാർ ആക്സിലറേഷൻ ആൽഫ. ഇവിടെ നമ്മൾ ഫോഴ്സ് പറയുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് പറയും? ടോർക്ക്. ഇവിടെ ലീനിയർ മൊമെന്റം ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ആംഗുലർ മൊമെന്റം എൽ. ഇനി ഇതൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് എന്താ? ഇവിടെ ഒക്കെ ഒരു ആർ ക്രോസ് ഇട്ടാൽ മതി. ആർ ക്രോസ് എഫ് ടോർക്ക്, ആർ ക്രോസ് പി എല്. ഇതിനെ രണ്ടിനെ നമ്മൾ എന്ത് ചെയ്യാം? അങ്ങനെ കണക്ട് ചെയ്തിട്ട് പഠിക്കാൻ പറ്റും. പക്ഷെ ഇവിടെ ഒമേഗ ഇൻറ്റു ആർ ആണ് വി എന്ന് പറയുന്നത്. ആ ഒരു കണക്ഷൻസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഈ ഒരു ഇക്വേഷനും ഓർത്ത് വെക്കുക. നമുക്ക് അടുത്ത എന്താ പറയാനുള്ളത് നോക്കാം. അപ്പൊ നമ്മൾ നേരത്തെ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ കോണീയ ആക്ക സംരക്ഷണം അല്ലെങ്കിൽ കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം, അവിടെ എന്തായിരിക്കും? ഇതും കണക്ട് ചെയ്തിട്ട് പറയാവുന്നതേ ഉള്ളൂ. കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? എഫ് എന്ന് പറയുന്നത് ഡി പി ബൈ ഡി ടി ആണ്. അതിൽ എഫ് സീറോ ആണെന്നുണ്ടെങ്കിൽ ഡി പി ബൈ ഡി ടി സീറോ ആണ്. അതായത് പി ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതാണ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എങ്കിൽ അതന്നെ സെയിം ആയിട്ട് ഇവിടെയും പറയാം. കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം ആണെന്നുണ്ടെങ്കിൽ ടോർക്ക് ഈക്വൽ ടു ഡി എൽ ബൈ ഡി ടി ആയിരിക്കും. ടോർക്ക് സീറോ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഡി എൽ ബൈ ഡി ടി സീറോ ആയിരിക്കും. അതായത് എൽ ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അത് തന്നെയാണ് ഇവിടെ കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം. ഡി എൽ ബൈ ഡി ടി ടോർക്ക് ആണെന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ ആ ടോർക്ക് എക്സ്റ്റേണൽ സീറോ ആണെന്നുണ്ടെങ്കിൽ അവിടെ അങ്ങനെ ഒരു ടോർക്ക് ആക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഡി എൽ ബൈ ഡി ടി സീറോ ആയിരിക്കും. അതായത് എൽ ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും. ബാഹ്യബല ആഘൂർണം അല്ലെങ്കിൽ എക്സ്റ്റേണൽ ടോർക്ക് അനുഭവപ്പെടുന്നില്ലെങ്കിൽ, നമ്മൾ അവിടെ പറഞ്ഞിരുന്നു എക്സ്റ്റേണൽ ഫോഴ്സ് അനുഭവപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ലീനിയർ മൊമെന്റം കൺസർവ്ഡ് ആണെന്നല്ലേ. അതുപോലെ തന്നെ ആ വസ്തുവിന്റെ കോണീയ ആക്കം ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും. ഇതാണ് കോണീയ ആക്ക സംരക്ഷണ നിയമം എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഫസ്റ്റ് മൊഡ്യൂളിലെ പാർട്ടിക്കിൾ ഡൈനാമിക്സ് എന്ന് പറയുന്ന ഫസ്റ്റ് മൊഡ്യൂളില് ഫസ്റ്റ് സെക്ഷൻ, അതില് ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ വരുന്നുണ്ട്, കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം, ആംഗുലാർ മൊമെന്റം, പിന്നെ റൊട്ടേഷണൽ ഡൈനാമിക്സ്, എനർജി. ഇത്രയും ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്തു. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത്
എനിക്ക് തോന്നുന്നു സിമ്പിൾ ഹാർമോണിക് മോഷനും വേവ്സ് ആൻഡ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്സ് അങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്കുകളാണ്. നമുക്ക് ബാക്കി നോക്കാം. ഇതിലും ആ ഒരു ടോപ്പിക്കിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മൾ പരിചയപ്പെടേണ്ട കുറച്ച് ടേംസ് ഉണ്ട്. ആ ടേംസും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. അപ്പൊ എന്തൊക്കെയാണ് ആ മെയിൻ ആയിട്ട് വരുന്ന ടേംസ് നോക്കാം. ഒന്നാമത്തത് ക്രമാവർത്തന ചലനങ്ങളും ദോലന ചലനങ്ങളും അല്ലെങ്കിൽ പീരിയോഡിക് ആൻഡ് ഓസിലേറ്ററി മോഷൻ. തുല്യ ഇടവേളകളിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചലനങ്ങളെ ക്രമാവർത്തന ചലനങ്ങൾ എന്ന് പറയുന്നു. തുല്യ ഇടവേളകളിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചലനങ്ങളെയാണ് ക്രമാവർത്തന ചലനങ്ങൾ എന്ന് പറയുന്നത്. സൂര്യന് ചുറ്റും ഭൂമിയുടെ ചലനം അല്ലെ. അപ്പൊ സൂര്യൻ ഇതാണ് ഭൂമിയുടെ ആ ഒരു ഓർബിറ്റ്. ഭൂമി ഇതിലൂടെ ഇങ്ങനെ കറങ്ങും. അപ്പോ ഇതൊരു ചലനമാണ്. പിന്നെ വീണ്ടും അത് കഴിഞ്ഞാൽ വീണ്ടും കറങ്ങും. അപ്പൊ ഒരു തുല്യ ഇടവേളകളിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചലനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രമാവർത്തന ചലനം അല്ലെങ്കിൽ പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഘടികാര സൂചിയുടെ ചലനം തുടങ്ങിയവ. അതും അങ്ങനെ തന്നെയല്ലേ, ഈ ഒരു പോയിന്റിനെ ആസ്പദമാക്കിയിട്ടാണ് ഇതിങ്ങനെ ആ ഒരു പെൻഡുലം ഇങ്ങനെ മൂവ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഒരു സന്തുലിത സ്ഥാനത്തിന്റെ ഇരുവശങ്ങളിലേക്കുമായി മുന്നോട്ടും പിന്നോട്ടുമുള്ള വസ്തുക്കളുടെ ചലനത്തെ ദോലന ചലനങ്ങൾ എന്ന് പറയുന്നു. അപ്പൊ പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു ഫിക്സ്ഡ് ഇന്റർവെലിന് ശേഷം അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിനെയാണ് ക്രമാവർത്തന ചലനങ്ങൾ എന്ന് പറയുന്നത്. ദോലന ചലനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റ് ഉണ്ടായിരിക്കും. അതായത് ഒരു സ്റ്റേബിൾ പോയിന്റ് അല്ലെങ്കിൽ സന്തുലിത സ്ഥാനം എന്നൊക്കെ പറയും. ആ സ്റ്റേബിൾ പോയിന്റിനെ ആസ്പദമാക്കി ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ അല്ലെങ്കിൽ ഒരു മുന്നോട്ടും പിന്നോട്ടുമുള്ള ഒരു മോഷന് ആണ് നമ്മൾ എന്ത് പറയുന്നത്, ദോലന ചലനങ്ങൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആണ് നമ്മുടെ ഊഞ്ഞാൽ അല്ലെ. അത് നമ്മുടെ ഊഞ്ഞാൽ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഊഞ്ഞാൽ ആടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ റെസ്റ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ അതിന്റെ സ്റ്റേബിൾ പോയിന്റ് ഇങ്ങനെയാണ്. ഇനി അത് ആടാൻ തുടങ്ങിക്കഴിഞ്ഞാലോ ഈ ഒരു പോയിന്റിനെ ആസ്പദമാക്കിയിട്ടാണ് അത് മുന്നോട്ടും പിന്നോട്ടും ആടുന്നത്. ഊഞ്ഞാലിന്റെ ചലനം, ഘടികാരത്തിലെ പെൻഡുലത്തിന്റെ ചലനം, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? അപ്പോ ദോലനങ്ങൾ അല്ലെങ്കിൽ ഓസിലേറ്ററി മോഷന് എക്സാമ്പിൾ ആണ്. അപ്പൊ എന്താണ് പീരിയോഡിക് മോഷനും ഓസിലേറ്ററി മോഷനും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കണം. എല്ലാ ഓസിലേറ്ററി മോഷനും പീരിയോഡിക് മോഷൻ ആണ്, പക്ഷെ എല്ലാ പീരിയോഡിക് മോഷനും എന്തല്ല, ഓസിലേറ്ററി മോഷൻ അല്ല. ഓസിലേറ്ററി മോഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു പോയിന്റിനെ ആസ്പദമാക്കിയിട്ട് മുന്നോട്ടും പിന്നോട്ടുമുള്ള വസ്തുക്കളുടെ ചലനമായിരിക്കണം. ഇനി അടുത്ത രണ്ട് നമുക്ക് പഠിക്കാനുള്ള ടേം ആണ് പീരിയഡ് ആൻഡ് ഫ്രീക്വൻസി. ക്രമാവർത്തന ചലനങ്ങൾ ആവർത്തിക്കുന്നതിന് ആവശ്യമായ ഏറ്റവും ചെറിയ ഇടവേളയെ ആവർത്തന കാലം അല്ലെങ്കിൽ പീരിയഡ് എന്ന് വിളിക്കുന്നു. ഏറ്റവും ചെറിയ ഇടവേള അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഒരു യൂണിറ്റ് ടൈം, ഒരു ക്രമാവർത്തന ചലനം കംപ്ലീറ്റ് ആക്കാൻ വേണ്ട സമയം, അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും പറയാം. ഇപ്പൊ ഇങ്ങനെ ഒരു വേവ് ഇങ്ങനെ പോവാണ്, നമ്മളിവിടെ ഒരു ടൈം ആക്സിസ് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഇവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ്, ഒരു വേവ് ഇങ്ങനെ പോവാണ്. ഇതിന്റെ ക്രമാവർത്തന ചലനം എന്ന് പറയുന്നത് എന്താ, ഈ മുകളിലേക്ക് വന്ന് താഴോട്ട് വന്ന്, ഇതാണ് ഒരു വേവ്, ഇത് രണ്ടാമത്തെ വേവ്. അങ്ങനെ ഒരു ചലനം കംപ്ലീറ്റ് ആക്കാൻ വേണ്ട സമയം എത്രയാണോ, അതിപ്പോ 4 സെക്കൻഡ് ആണെങ്കിൽ 4, ഇപ്പൊ 4, 8 അങ്ങനെയാണ് പോകുന്നുണ്ടെങ്കിൽ ആ 4 സെക്കൻഡ് ആണ് ഇവിടുത്തെ പീരിയഡ് എന്ന് പറയുന്നത്. അതായത് ഇത് ആവർത്തിക്കുന്നതിന് ആവശ്യമായ ഏറ്റവും ചെറിയ ഇടവേള അല്ലെങ്കിൽ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആക്കാൻ വേണ്ട സമയം, അതാണ് എന്ത്, പീരിയഡ് എന്ന് പറയുന്നത്, യൂണിറ്റ് സെക്കൻഡ്. ഇനി യൂണിറ്റ് സമയത്തിലുള്ള ആവർത്തനങ്ങളുടെ എണ്ണത്തെ ക്രമാവർത്തന ചലനത്തിന്റെ ആവൃത്തി എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് പീരിയഡ് ആണ് അല്ലെങ്കിൽ ആവർത്തന കാലം. പീരിയഡ് തന്നെയാണ് എക്സാമിനൊക്കെ ചോദിക്കാറ്, ആവർത്തന കാലം അല്ലെങ്കിൽ പീരിയഡ്. അടുത്തത് ആവൃത്തി. ആവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇങ്ങനെ ഒരു വേവ് ഉണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെ എങ്കിൽ ഇത് ടൈം ആക്സിസ് ആണ്, ഇത് ഡിസ്പ്ലേസ്മെന്റ് ആക്സിസ് ആണെന്ന് വിചാരിക്കുക. അപ്പോ ഒരു സെക്കൻഡിൽ ഈ വേവ് ഇവിടെ എത്തി, രണ്ടാമത്തെ സെക്കൻഡ് ആയപ്പോഴത്തേക്ക് ഇവിടെ, മൂന്നാമത്തെ സെക്കൻഡ് ആയപ്പോഴത്തേക്ക് ഇവിടെ. അപ്പോ യൂണിറ്റ് സമയം എന്ന് പറഞ്ഞാൽ എന്താ, ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു സെക്കൻഡിൽ ആവർത്തനങ്ങളുടെ എണ്ണത്തെ എത്രത്തോളം ആവർത്തിച്ചു, ഇവിടെ എത്ര ആവർത്തിച്ചു, 2 എണ്ണം, 2 ക്രമാവർത്തന ചലനത്തിന്റെ ആവൃത്തി എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ ഫ്രീക്വൻസി എന്താണ്, 2 ആണ്. ഇതിനെ ന്യൂ എന്ന ചിഹ്നം ഉപയോഗിച്ചാണ് ഇതിനെ പ്രതിനിധാനം ചെയ്യുന്നത്. വി അല്ല, ഈ ഒരു ചിഹ്നമാണ് ന്യൂ എന്ന് പറയും. ഇത് ടിയുടെ വ്യുൽക്രമമാണ്. അതായത് ന്യൂ എന്ന് പറയുന്നത് 1/t ആണ്. ടി എന്ന് പറയുന്നത് പീരിയഡ് ആണ്, ന്യൂ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ആണ്. ഇതിന്റെ SI യൂണിറ്റ് ഹെഡ്സ് ആണ്. SI യൂണിറ്റ് അതൊക്കെ
ചില PSCകളിലൊക്കെ കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഫ്രീക്വൻസിന്റെ യൂണിറ്റ് അല്ലെങ്കിൽ ആവൃത്തിയുടെ യൂണിറ്റ് എന്താന്നുള്ളതൊക്കെ, അത് ഹെഡ്സ് ആണ് കേട്ടോ. അപ്പൊ അതാണ് പീരിയഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള നെക്സ്റ്റ് ടേം ഡിസ്പ്ലേസ്മെന്റ് ആണ്, അല്ലെങ്കിൽ സ്ഥാനാന്തരം അല്ലെ. എന്താ ഈ സ്ഥാനാന്തരം എന്ന് പറയുന്നത്? ഏതൊരു ഭൗതിക വസ്തുവിന്റെയും സമയാധിഷ്ഠിതമായ മാറ്റത്തെയാണ് ക്രമാവർത്തന ചലനത്തിൽ സ്ഥാനാന്തരം കൊണ്ട് അർത്ഥമാക്കുന്നത്. ദോലനങ്ങളിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരം സാധാരണയായി സമയത്തിന്റെ ഫലനമായാണ് ഗണിത രൂപത്തിൽ എഴുതുന്നത്. അതായത് ഒരു വേവ് മൂവ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ വേവ് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് ഈ ഒരു ടൈം, ഇതിപ്പോ സെക്കൻഡിലാണ് കൊടുത്തിട്ടുള്ളത് ടൈം ആക്സിസ്, ആ ഒരു സമയത്തിനെ അടിസ്ഥിതമായിട്ട് ഈ ക്രമാവർത്തനത്തിന്റെ ചലനത്തിൽ, ഈ ഒരു വേവിന്റെ ചലനത്തിൽ ഉണ്ടാവുന്ന ഈ മാറ്റം, അല്ലെങ്കിൽ ആ സമയാധിഷ്ഠിതമായ മാറ്റത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ഥാനാന്തരം എന്ന് പറയുന്നത്. ഇപ്പൊ വേവ് ഇവിടെയാണ്, 2 സെക്കൻഡിന് ശേഷം ആ വേവ് ഇവിടെ എത്തി, 4 സെക്കൻഡ് ആയപ്പോഴേക്ക് വേവ് ഇവിടെ എത്തി. അപ്പൊ സമയത്തിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ഇതിന്റെ സ്ഥാനാന്തരം സംഭവിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി ഈ സ്ഥാനാന്തരത്തിന് നമ്മൾ എന്താ ചെയ്യാറ്? സമയത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് രേഖപ്പെടുത്താറ്. അപ്പോൾ ആ സ്ഥാനാന്തരത്തിന് നമ്മൾ സൈനിന്റെയോ അല്ലെങ്കിൽ കോസിന്റെയോ ഫംഗ്ഷനൊക്കെ ആയിട്ടാണ്, ഈ ഫലനമായാണെന്ന് പറയുന്നത് ഫംഗ്ഷൻ ആയിട്ട് കേട്ടോ, ഫംഗ്ഷൻ ആയിട്ടാണ് നമ്മൾ രേഖപ്പെടുത്താറ് വേവിന്റെ കാര്യത്തിൽ കേട്ടോ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ ഏറ്റവും ബേസ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ടേംസ്. ഇനി ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഫ്രീക്വൻസി പറഞ്ഞു, അതായത് ആവൃത്തി പറഞ്ഞു, പിന്നെ പീരീഡ് പറഞ്ഞു, ഇപ്പോൾ ഫ്രീക്വൻസി പറഞ്ഞു, ആവൃത്തി പറഞ്ഞു, പിന്നെ നമ്മൾ ഡിസ്പ്ലേസ്മെന്റും പറഞ്ഞു. ഇനി ഇതിൽ നമുക്ക് ഒരു പോയിന്റും കൂടെ പറയാനുണ്ട്, ആയതി എന്ന് പറയും. അപ്പോൾ വേവ് ലെങ്ത് അല്ലെങ്കിൽ ആയതി എന്ന് പറയും. സോറി, ആംപ്ലിറ്റ്യൂഡും വേവ് ലെങ്ത്തും, ഈ 2 പോയിന്റും കൂടെ ഉണ്ട് പറയാൻ കേട്ടോ, അതും കൂടെ പറയാം. അതായത് ഇപ്പൊ ഈ ഒരു വേവ് കണ്ടില്ലേ, ഈ വേവിന്റെ ഇതാണ് അതിന്റെ മീൻ പോയിന്റ് അല്ലെങ്കിൽ ഇക്ലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. ഈ ഇക്ലിബ്രിയം പോയിന്റിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ഒരു പോയിന്റിൽ നിന്ന് മാക്സിമം ഹൈറ്റ്, ഈ വേവിന് ഉണ്ടാവുന്ന മാക്സിമം ഹൈറ്റിനെയാണ് അതിന്റെ ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ആയതി എന്ന് പറയുന്നത് കേട്ടോ. നോട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്നും അതിനുണ്ടാവുന്ന മാക്സിമം ഹൈറ്റിനെയാണ് ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ആയതി എന്ന് പറയുന്നത്. അതിന്റെ ഉന്നതി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ആയതി ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇനി വേവ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു വേവിന്റെ ലെങ്ത്, അത്രേ ഉള്ളൂ. അതായത് ഇവിടെ മുതൽക്ക് ഇവിടെ വരുന്നത് വേവിന്റെ ലെങ്ത് ആണ് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സ്ഥിത പോയിന്റിൽ നിന്നും, അല്ലെങ്കിൽ എന്താ പറയാ, ആധാര ബിന്ദുവിൽ നിന്നും ആ വേവിനുണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു തരംഗത്തിനുണ്ടാകുന്ന മാക്സിമം ഹൈറ്റ് അല്ലെങ്കിൽ ഉന്നതി, അതിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ആയതി എന്ന് പറയുന്നത്. ഇനി ഈ ഒരു കേസിൽ ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയാ? ഇതിപ്പോ മീറ്ററിലാണെന്നുണ്ടെങ്കിൽ 1 മീറ്റർ, അല്ലെങ്കിൽ 1 സെന്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ 1 സെന്റിമീറ്റർ ആണ് എന്ത്? ഈ വേവിന്റെ ആയതി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ 1 മീറ്റർ ആണെങ്കിൽ 1 മീറ്റർ ആണ് ഇതിന്റെ ആയതി എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ടൈം ആണെന്നുണ്ടെങ്കിൽ ഒരു ഇതിന്റെ പീരീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു വേവ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ട സമയം 2 സെക്കൻഡ്. അപ്പോൾ 1/2 ആയിരിക്കും അതിന്റെ ഫ്രീക്വൻസി അല്ലെ? 1/2 തന്നെയല്ലേ അതിന്റെ ഫ്രീക്വൻസി? നോക്കൂ, 1 സെക്കൻഡിൽ, യൂണിറ്റ് സമയത്തിൽ വേവ് എത്ര കവർ ചെയ്തിട്ടുണ്ട്? പകുതി കവർ ചെയ്തിട്ടുള്ളൂ അല്ലെ? അപ്പൊ 1/2 തന്നെയാണ് എന്ത്? അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പൊ ആയതി അതുപോലെ തന്നെ വേവ് ലെങ്ത് എന്നുള്ള കാര്യങ്ങളും കൂടെ, ആ 2 ടേംസും കൂടി ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ദെൻ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. ഒരു മിനിറ്റിൽ, ഇത് ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഒരു മിനിറ്റിൽ 75 പ്രാവശ്യം എന്ന തോതിൽ ഒരു ശരാശരി മനുഷ്യന്റെ ഹൃദയം മിടിക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ ആവർത്തന കാലവും ആവൃത്തിയും കണക്കാക്കുക. 75 പ്രാവശ്യം, ഒരു മിനിറ്റിൽ 75 പ്രാവശ്യമാണ് മിടിക്കുന്നത്. അപ്പൊ ഒരു മിനിറ്റ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് സമയമാണ് അല്ലെ? ആ ഒരു മിനിറ്റിൽ അല്ലെങ്കിൽ യൂണിറ്റ് സമയത്തിൽ 75 പ്രാവശ്യം ഇടിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ആവൃത്തി ആയിരിക്കും. യൂണിറ്റ് സമയത്തിൽ എത്ര തവണ എന്ന് പറയുമ്പോൾ അത് ആവൃത്തിയാണ്, എത്ര വട്ടം ആവർത്തിക്കുന്നു.
എങ്കിൽ അതിന്റെ ആവർത്തന കാലവും ആവൃത്തിയും കണക്കാക്കുക. അപ്പൊ ആവൃത്തി എത്രയായിരിക്കും? 75 ഡിവൈഡഡ് ബൈ 1 മിനിറ്റ്. ഇതിപ്പോ മിനിറ്റിലാണ്, നമുക്ക് 1 സെക്കൻഡിൽ എത്ര എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. 1 സെക്കൻഡിൽ എത്ര തവണ മിടിക്കുന്നുണ്ടാവും. അപ്പൊ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെക്കൻഡിലേക്ക് മാറ്റുന്നു. അപ്പൊ 75/60 എന്ന് വരും. 60 സെക്കൻഡിൽ 75 തവണ മിടിക്കുന്നു എങ്കിൽ 1 സെക്കൻഡിൽ എത്ര മിടിക്കുന്നു എന്നുള്ളതാണ് ആവൃത്തി. അതായത് 1.25. നമ്മുടെ ഹാർട്ട് 1 സെക്കൻഡിൽ 1.25 ആണ് അതിന്റെ ആവൃത്തി. 1 സെക്കൻഡിൽ 1.25 ഹെഡ്സ് ആണ് അതിന്റെ ആവൃത്തി എന്ന് പറയുന്നത്. ഇനി ആവർത്തന കാലം, അതായത് ഒരു തവണ മിടിക്കാൻ വേണ്ട സമയം, അതാണ് ആവർത്തന കാലം അല്ലെങ്കിൽ ടൈം പീരീഡ് എന്ന് പറയുന്നത്. അത് എത്രയായിരിക്കും? ഇതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി, 1/1.25. നമ്മൾ അതിന്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 0.8 സെക്കൻഡ് എന്ന് കിട്ടും. അപ്പോ അതായത് ഒരു തവണ മിടിക്കാൻ, നമ്മുടെ ഹൃദയത്തിന് ഒരു തവണ മിടിക്കാൻ എത്ര സമയം വേണം? 0.8 സെക്കൻഡ് മതി. ഒരു തവണ മിടിക്കാൻ നമ്മുടെ ഹൃദയത്തിന് 0.8 സെക്കൻഡ് മതി. അതിപ്പോ എങ്ങനെ കിട്ടിയത് മനസ്സിലായാലും. 1 മിനിറ്റിൽ 75 തവണയാണ് മിടിക്കാറ്. അതിന് നമ്മൾ ആവൃത്തി കണ്ടുപിടിച്ചു, എന്നിട്ട് അതിന്റെ റെസിപ്രോക്കൽ കിട്ടി. അപ്പൊ ഇങ്ങനെയാണ്, അതായത് ഇതിപ്പോ ഹൃദയം എത്ര മിടിക്കുന്നു എന്ന് അറിയാനല്ല, ഈ ടൈമും ടൈം പീരീഡ് ഫ്രീക്വൻസി എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പോൾ ഇനി ഇതില് പറയാനുള്ളത് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഇപ്പൊ ഇത് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് വരുന്ന രണ്ടാമത്തെ സെക്ഷൻ മുതൽക്ക് തുടങ്ങുന്ന ആ ഒരു ഭാഗത്തിലുള്ള ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് സിമ്പിൾ ഹാർമോണിക് മോഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. പിന്നെ ഈ ഒരു ടോപ്പിക് സിമ്പിൾ ഹാർമോണിക് മോഷൻ മുതൽക്കുള്ള കുറച്ച് ടോപ്പിക് വരുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് +1 ഓസിലേഷൻസ് ആൻഡ് വേവ്സ് എന്ന് പറയുന്ന 2 ചാപ്റ്റേഴ്സ് ഉണ്ട്. ആ ഒരു 2 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിലബസിൽ നിന്നുകൊണ്ടുള്ള ടോപ്പിക് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന് ശേഷം ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ 2 മൊഡ്യൂൾ കംപ്ലീറ്റ് ആവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? NCERT ഓർ SCERT ബേസ്ഡ് ക്ലാസ്സസ് അറേഞ്ച് ചെയ്യാം. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ട്, അതായത് സിലബസിൽ നിന്നോട് പഠിക്കുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. എന്നാൽ ടെക്സ്റ്റിൽ കുറച്ചധികം കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. അപ്പോൾ NCERT SCERT ബേസ്ഡ് ക്ലാസ്സസ് ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. അപ്പൊ ടെക്സ്റ്റിലെ കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് +1 +2 ടെക്സ്റ്റും കൂടെ ഒന്ന് തറോ ആയിട്ട് പഠിച്ചു പോകുന്ന രീതിയിൽ നമുക്ക് ക്ലാസ് അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഇന്നത്തേക്ക് നിർത്തുകയാണ്. നല്ല രീതിയിൽ പഠിക്കുക. എക്സാമിന് ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങുക. നോട്ടിഫിക്കേഷൻ വരും, വരാതിരിക്കില്ല. അപ്പൊ നല്ലപോലെ പഠിച്ച് നല്ലപോലെ പ്രിപ്പയർ ആവാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.